സുജിന ഈ സംസാരിക്കണൊക്കെ റെക്കോർഡ് തന്നെയാണ്. ഇത് നാളെ ഇത് നാളെ വീഡിയോ ആയിട്ട് വരും ചെയ്യും. ബെറ്റിംഗ് ഗെയിം നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത പോലെ പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങളങ്ങനെ തരും. ചെറുപ്പശ്ശേരിക്കാരുണ്ടെങ്കിൽ ആ സുജിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയോക്ക്, പാശ മുങ്ങിട്ടുണ്ടാവും. ഇതെല്ലാരും കൂടി മെനക്കെട്ടത് ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് അകത്തിടാനുള്ള വകുപ്പുണ്ട്. അമ്മാതിരി പണിയാട്ടിട്ടൊക്കെയാണ് പോണത്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. എന്താണെന്നറിയത്തില്ല, ഈ രാവിലെ 5 മണിയാകുമ്പോൾ കോഴി കൂവുന്ന പോലെയാണ് ഇപ്പം ഞാൻ ആ മല്ലു ഫാമിലിയുടെ വീഡിയോസാണ് എല്ലാ ദിവസവും രാവിലെ അപ്ലോഡ് ചെയ്യുന്നത്. എന്തോന്നറിയ, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണല്ലോ ഈശ്വര. ഇതിപ്പോൾ നമ്മുടെ പഴയ ബെറ്റിംഗ് ആപ്പിൻ്റെ തന്നെ സംഭവമാണ്. അപ്പം ഓരോരുത്തരുടെ പൈസയും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി. ആൾക്കാരെ വിളിച്ച് അങ്ങോട്ട് തുടങ്ങിയപ്പം അണ്ണൻ തിരിച്ച് തെറി പറയാനും സ്തുതി പറയാനും ഒക്കെ തുടങ്ങി. ഇപ്പം വാട്സപ്പ് ചാനലിൻ്റെ മണ്ടക്കൈ, ഇതൊന്നും വാട്സപ്പ് ചാനലിൽ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ടെലിഗ്രാമിലുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ആലോചിക്കുകയാണ്, എടാ ഓരോ അനുഭവം വരുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. മലയാളികളെ, ഞാൻ അന്നൊരു പയ്യനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്വന്തം അനുഭവം പറഞ്ഞു. ഒരു 10-30 മിനിറ്റ് ഇരുന്ന് അങ്ങ് പറഞ്ഞു. ഓക്കെ, അവരായി അവരുടെ പാടായി. നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കിടന്നിട്ട് നാണമില്ല? അവൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇരുന്നിട്ട് അവന് പൈസ ഉണ്ടാക്കാൻ നിനക്ക് നാണമില്ലേ? ഓക്കെ, ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ ഇത് കാണിക്കുന്നു. അത് തെറ്റാണെങ്കിൽ ഞങ്ങൾ തുറന്നു പറയുന്നു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വോയിസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേട്ട് കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങാം. ഗൈസ്, സുജിനാണ്. ഇതില്ലേ, നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കിന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ വാട്സാപ്പ് ചാനലിൽ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിൻ്റെ, അതിൽ നിങ്ങൾക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങൾ കേട്ടോ. അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് അതിൽ ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ ഇതിക്കൊന്ന് പോസ്റ്റ് ആക്കാം. നിങ്ങൾ കണ്ടിട്ട് ഓക്കെ എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ആക്കിക്കോ. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയണത്, അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ, കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്കൊന്ന് കയറിക്കോ. ഒരുപാട് ഇന്ന സമയത്ത് ബിഗ് വരും, ഇന്ന സമയത്ത് സ്മാൾ വരും, ഇന്ന സമയത്ത് ഇന്നത് വരും എന്നൊക്കെ ഇവിടെ ഒരു പ്രഡിക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്മിന്, അതായത് ഗെയിമിൻ്റെ ഒരു അഡ്മിന് അതിൽ നമ്മളടുത്ത് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി. ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നമുക്കൊരു കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ചാനൽ ഉണ്ടാക്കി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ആണെങ്കിൽ ഒരു ടെലിഗ്രാം ഞാൻ ഇതിന്റെ പേര്, അപ്പോൾ അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ. അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഇതിൽ എടുത്തിടാം. അയ്യോ, നൈസായിട്ട് അങ്ങ് സ്കൂട്ടായെന്ന് തോന്നുന്നു ആശാന. എനിക്ക് ചിരി വരുമോ സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനിയിപ്പോൾ ടെലിഗ്രാം എന്നും പറഞ്ഞിട്ട് അവിടെ ഐഡിയ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, ആ പയ്യനുണ്ടല്ലോ എൻ്റെ കൂടെ ഇരുന്നേ, അവൻ ഇതും പറഞ്ഞിട്ടുള്ളതാണ്. ടെലിഗ്രാം എന്നും പറഞ്ഞിട്ട് ചില ഗ്രൂപ്പുകൾ തുടങ്ങുമ്പോൾ അതിനകത്ത് ആദ്യമൊക്കെ ഇത് എന്താ പറയട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ഇടുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം അവൻ നൈസായിട്ട് സ്കൂട്ടായി. ഇത്ര ദിവസത്തെ പ്രൊമോഷനും കാര്യങ്ങളും കഴിഞ്ഞു. ഇദ്ദേഹം നൈസായിട്ട് മുങ്ങി നേരെ ടെലിഗ്രാമിൽ പോയി അവിടെയും കുറച്ച് ഫോളോവേഴ്സിന് ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും. ഇവർ തന്നെ അറിയാമല്ലോ, ഈ ഇഷ്ടപ്പെടുന്ന ഈ ഫാമിലീസിനെ ഇഷ്ടപ്പെടുന്നവർ ടെലിഗ്രാമിൽ, ഇപ്പോൾ വാട്സപ്പിൽ പറ്റില്ലെങ്കിൽ ഒക്കെ ടെലിഗ്രാമിലും കൂടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കയറ്റാലോ, അങ്ങനെയും വരുമാനം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനു വേണ്ടി ആയിരിക്കാം. എന്തായാലും അവിടെ ഇവിടെ ഇല്ലാത്ത ഉള്ളൊരു രീതി തന്നെയാണ് ഈ ഗെയിം. അത്രയ്ക്ക് മോശമാണ്. ഈ ചൂതുകളി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ പണ്ട് ചൂത് കളിച്ച് ഒരു പെണ്ണിനെ തന്നെ പണയം വെച്ചിട്ടാണ് അവസാനം യുദ്ധമായി കുടുംബക്കാർ തമ്മിൽ അടിയായി. മഹാഭാരതമാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗൈസ്, സുജിനാണ്. നമ്മളിതിന് മുന്നേ ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് ഇട്ടാണ് ടെലിഗ്രാമിൻ്റെ. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കിലേക്ക് ജോയിൻ ആവുക കേട്ടോ. കാരണം ഈ ഒരു വാട്സപ്പിൽ നമുക്ക് പറ്റില്ല. ഈ വാട്സപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ബെറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ 2-3 കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പ്രോസസ്സിംഗ് കിടക്കുന്ന സുജിനെ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന്. അപ്പോൾ 2-3 ദിവസങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ക്രെഡിറ്റ് ആവും. ഇത് ചില ആൾക്കാരുടെ 4 ദിവസം കേട്ട പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും. അത് നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക. ഞാൻ പറഞ്ഞതാക്കിയോണ്ട് ഒരിക്കലും കളിക്കാൻ നിൽക്കരുത്. പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങളുടെ തന്നെയാണെന്ന് സൂക്ഷിച്ച് നോക്കി കളിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ. അപ്പൊ അതുപോലെ തന്നെ ഇതിട്ടതിന് ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ
നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട്. അപ്പൊ അയാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയിട്ട് പ്രഡിക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട്. അവർ പറഞ്ഞു തരുന്ന പോലെ ഒറ്റയ്ക്ക് കളിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത് പൈസ വെച്ചൊരു കളിയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക. ഓക്കെ, ഓ ഓക്കെ ഓക്കെ ഓക്കെ, സ്വന്തം റിസ്ക് കളിക്കണം. എൻ്റെ പൊന്നു ബ്രോ, എന്തിനാ ഈ പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് നോക്കി. ഇപ്പോൾ ടെലിഗ്രാമിൽ അഡ്മിൻ ആരാ? എനിക്ക് തോന്നുന്നു മറ്റേ വയനാടൻ വ്ളോഗ്സ് ആണെന്ന് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ടെലിഗ്രാമിലാണ് ചാനൽ. ഇനി ചിലപ്പോൾ അങ്ങോട്ട് നൈസായിട്ട് അങ്ങ് കയറ്റാനായിരിക്കും. എന്തിനാടേ ഇങ്ങനെ വെറുതെ ആൾക്കാരെ പറ്റിക്കുന്നത്? നിങ്ങളെ പറഞ്ഞാൽ മതി, നിങ്ങൾ ഈ കാണുന്ന നിങ്ങളെപ്പോലുള്ളവരെ എടുത്തു പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോൾ ഈ ബെറ്റിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പിള്ളേർ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ 200-300 ഒക്കെ എടുത്തുകൊണ്ട് പോയി വട്ടമേൾ ഇരുന്നിട്ട് കളിച്ച് പൈസ കൊണ്ട് കളയുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പിള്ളേരും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോരല്ല. അത് അഡിക്റ്റായി കഴിഞ്ഞാൽ ലഹരിയേക്കാൾ ഏറ്റവും വലിയ വിപത്തായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ ചൂതുകളി. അങ്ങനെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയത്തുള്ളൂ. പിന്നെ എന്താ പറയാനാ, ഈ പ്രൊമോഷൻ അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കഴിഞ്ഞ വീഡിയോസിനകത്തും പറയുന്നു, ഞാൻ ഈ തമ്പിലേനും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ചെറിയ എരിവും പുളിയൊക്കെ കയറ്റിയൊക്കെ ഇടുകയൊക്കെ ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, കാരണം ഒരുപാട് വ്യൂസ് കിട്ടാൻ വേണ്ടി. കൂടുതലും പുള്ളി ഫേസ്ബുക്കിലാണ് ഈ പറ്റിയൊരു പരിപാടിയും ഈ തമ്പിലേനും ഈ ഡിസ്ക്രിപ്ഷൻ എഴുതലും പരിപാടികളൊക്കെ. അപ്പോൾ അത് പുള്ളി ഇച്ചിരി എങ്ങനെ ആയാലും എനിക്കൊരു 19 രൂപ കിട്ടും. പിന്നെ എനിക്ക് പ്രൊമോഷന് നല്ല പൈസ കിട്ടും. ഇതൊക്കെ കിട്ടും. പുള്ളിക്കെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇതിൽ കണ്ടിട്ട് ഇല്ലാത്തവൻ ഓക്കെ എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കാം ഇതിൽ കൂടെങ്കിലും അങ്ങനെ കളിച്ച് നേടുന്ന പിള്ളേരുണ്ട്. പണി പാലും വെള്ളത്തിൽ കിട്ടും. ഓക്കെ, എന്തായാലും അമ്മയ്ക്ക് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരു പ്രൊമോഷനായിട്ട് പുതിയ പ്രൊമോഷനോട്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് വെച്ചുതരാം. അമ്മയുടെ ഫോണാണിത്. അമ്മയുടെ ഫോൺ പൊട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാടായി. എപ്പോഴും വാങ്ങി കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോഴും പൈസ അങ്ങോട്ട് റെഡി ആവാറില്ല. ഇപ്പൊ പിന്നെ എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു ഫോൺ വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു. നേരെ പോയി പെരിന്തൽമണ്ണയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ, നമ്മളെ റിയൽമിയുടെ 13 Pro എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തി. അമ്മ അറിയാതെ വാങ്ങാൻ പോയിട്ടോ. അമ്മയുടെ കൈക്ക് കൊടുത്തപ്പോൾ അമ്മയുടെ ആ ഒരു സന്തോഷം, അമ്മയുടെ ആ ഒരു മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ ഞങ്ങളൊന്ന് കേട്ടോ. കണ്ടോ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം പേരക്കുട്ടികളായിട്ട്. അപ്പോ ഈ ഫോൺ വാങ്ങിയതും ഗെയിം കളിച്ചിട്ടാണ്, 100% ഗെയിം കളിച്ചിട്ടാണ്. ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ഇതാ എൻ്റെ ബയോയിൽ ഇങ്ങനെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട്. അതിൽ നേരെ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇന്റർഫേസ് ആദ്യം വരും. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ലോക്ക് വരും. അത് അൺലോക്ക് ചെയ്തതിന് ശേഷം നേരെ കയറി കഴിഞ്ഞാൽ ബിങ്കോ എന്നുള്ള സംഗതി കാണാം. ബിങ്കോയിൽ കയറി കഴിഞ്ഞാൽ നേരെ ഉള്ള പോകും. അതൊരു പ്രൊഡക്ഷൻ ഗെയിമാണ്. ബിഗ് സ്മാൾ പെട്ട 2 സംഗതി കാണാം. ഞാൻ അതിൽ ബിഗിൽ ഒരു 5000 രൂപ ഇടാണ്. എത്ര രൂപ കിട്ടും നമുക്ക് നോക്കിയത്. ഒരു പ്രൊഡക്ഷൻ ആണ്, പൈസ വെച്ചുള്ള കളിയാണ്. സൂക്ഷിച്ച് കളിക്കുക, ഓൺ റിസ്കിൽ. ഓക്കെ, ഇതൊരു ലൈവ് ഗെയിം ആയതുകൊണ്ട് തന്നെ മേലെ ടൈം പോകുന്നത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും. 5000 രൂപ വെച്ചോ പോവോ കിട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയില്ല കേട്ടോ. പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എനിക്ക് 9800 രൂപ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യും. എന്തായാലും ഇതുപോലെ ഒരു മകനെ കിട്ടിയത് അമ്മയ്ക്ക് ഭാഗ്യം തന്നെയാണ്. അതും റിയൽമി 30 Pro. ഞാൻ 13 ആട്ടോ എടുത്തേക്കുന്നത്. ഓക്കെ, എന്താ പറയാന്ന് വെച്ചാൽ എന്തായാലും ആ വയസ്സായ ഒന്നും വിചാരിക്കില്ല, പ്രായം ചെന്ന അമ്മ എന്തായാലും ഇത് യൂസ് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. എന്നിട്ട് ആപ്പിനെയും കൂടെ നൈസായിട്ട് പുകഴ്ത്തി അങ്ങ് അടിച്ചാണ്. എടാ ഇങ്ങനെ പറ്റിക്കല്ലേ ബ്രോ, വെറുതെ ഇങ്ങനെ ആൾക്കാരെ ഇതൊക്കെ കണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊക്കെ ഇടുമ്പോൾ ചില സാധാരണപ്പെട്ട ആൾക്കാരുണ്ട്, നമുക്കും കളിച്ചു നോക്കാം പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കും. അവസാനം എന്തുവാ ഇരിക്കും. അല്ലാതെ ഇപ്പം ഞാൻ കൂടുതലെന്തോ പറയാനാ സത്യത്തില. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ എടുത്ത് ഇല്ല താറാവിനെ കെട്ടിക്കിട്ട് കറക്കുന്ന പോലിട്ട് കറക്കായിരുന്നാൽ മതി എന്നാണ് തോന്നുന്നു. എന്തായാലും ഞാനത് വെച്ച് തരാം. ചെറുപ്പളശ്ശേരിക്കാരുണ്ടെങ്കിൽ ആ സൂചിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയോക്ക്, പാശ മുങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാരും കൂടി മെനക്കെട്ടത് ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് അകത്തിടാനുള്ള വകുപ്പുണ്ട്. അമ്മാതിരി പണിയാട്ടിട്ടൊക്കെയാണ് പോണത്. ഇരുന്ന് വോയിസ് ഇട്ടാൽ പോരാ, നിങ്ങളെ കൊണ്ട് പറ്റുന്നെങ്കിൽ ചുണയോടെ പോയി ചെയ്യാൻ നോക്ക്. അത്രേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇരുന്നു അഭിപ്രായം പറയാൻ എല്ലാവർക്കും പറയണം അങ്ങനെയാടോ ഇങ്ങനെയാടോ എന്നൊക്കെ എല്ലാത്തിനും പറയും. ആരെങ്കിലും ചെയ്യുമോ? അതുമില്ല. ആദ്യം നീയൊക്കെ ചെയ്ത് കാണിക്കുക. എന്തായാലും ഒരു ലേഡി പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് തരാം. അതെന്തായാലും പൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എൻ്റെ 500 പോയുള്ളൂ. ദൈവത്തിന് സ്തുതി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തായാലും നമ്മളതിന് മുൻപ് ആരോ പറഞ്ഞ് ഞാൻ കേട്ടു, എന്താ പറയുക, പല വഴികൾ അതിനകത്ത് പല രീതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ. പക്ഷെ മാറി മാറി ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോകുന്നതല്ലേ ചെയ്യണത്. ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആൾ പിന്നെ അതിന് നിൽക്കില്ലല്ലോ. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്തായാലും
ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുമൊന്നുമല്ല. ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു. ഞാൻ എന്തായാലും ഇതിന് 500 രൂപ പോയി, അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ അതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ അറിയുന്നൊരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് സ്റ്റേഷൻ SP ആണ്. ആളുമായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. 4 മണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ നിങ്ങളോട് പറയാം. ചേച്ചി എന്തായാലും ഉണ്ണിയപ്പവും പാൽപ്പായസവും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പോയി കഴിക്കാതിരിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ബോളിയും കൂടെ മേടിച്ചോ. അതിനകത്തിട്ട് ഇങ്ങനെ ഞെവടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ സ്റ്റേഷനിൽ ചെന്നാൽ ഇതൊന്നും കിട്ടത്തില്ല ബ്രോ, അതുകൊണ്ടാണ്. എന്തായാലും ലോക്കപ്പൊക്കെ പഴയ കൂട്ടൊന്നും അല്ല, ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനേക്കാളും രസകരമായിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ട്, മീൻസ് ഒരു വോയിസ്. കാരണം സുജിനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം കൂടെ പറയുന്നത് നമുക്ക് കേട്ടിട്ട് സുജിൻ്റെ നാടകം നമുക്ക് ഇന്നത്തോടെ അവസാനിപ്പിക്കാം. സുജിന, ഈ സംസാരിക്കണൊക്കെ റെക്കോർഡ് തന്നെയാണ്. ഇത് നാളെ ഇതാളെ വീഡിയോ ആയിട്ട് വരും ചെയ്യും. ബെറ്റിംഗ് ഗെയിം നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത പോലെ പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങളങ്ങനെ തെറി അടിക്കുന്നില്ല പച്ചക്ക്. ഇതൊക്കെ റെക്കോർഡ് തന്നെയാണ്. നാളെ കാണാം. എന്തോ എനിക്ക് തോന്നുന്നു അവിടെ അറബിയിലൊരു ശ്ലോകം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പാകതം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കണ്ടറിയാം സുജിൻ്റെ അവസ്ഥ എന്താണ്. ഓക്കെ, എന്തായാലും ഇതുപോലെയുള്ള ആപ്പിലും എന്ന് ചെന്ന് പെടാതിരിക്കുക. പറഞ്ഞാൽ മനസ്സിലായോ? പ്രത്യേകിച്ച് യൂത്ത് പിള്ളേരാണ് പോകുന്നത്. ചെറുപ്പക്കാർ പിള്ളേരും അണ്ണാ ഇത് പൊളി സാധനമാണ്, വൈബാണ്. ഇപ്പം എന്താ പറയണ്ടേ, ബെറ്റിംഗ് ആപ്പ്, പിന്നെ പിള്ളേരുടെ രീതികൾ, പറഞ്ഞിട്ട് കാര്യം. ഇപ്പം ആർക്കും പണിയെടുക്കാൻ വയ്യടേ സത്യം പറഞ്ഞാലോ. ഇപ്പോൾ പറയും നിന്നെ പോലെ കുറയാത്തവന്മാരുണ്ട്, ഇതുപോലെ ക്യാമറയും തൂക്കി കോണ അടിക്കുന്നവന്മാരൊക്കെ. നമ്മൾ എന്താ പറയണ്ടേ, ഇതുപോലെ പ്രൊമോഷനും കാര്യങ്ങളായിട്ടൊന്നും ഇറക്കുന്നില്ല, ആരെ ദ്രോഹിക്കാനും പോകുന്നില്ല. അവനവൻ്റെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്.